വന്നിരിക്കുന്നത് മേക്കപ്പ് ലുക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇന്ന് ഞാൻ ഓണം മേക്കപ്പ് ട്യൂട്ടോറിയലാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. എന്നാലേ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മേക്കപ്പ് ലുക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇന്ന് ഞാൻ ഓണം മേക്കപ്പ് ട്യൂട്ടോറിയലാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം ഇതാണ് എൻ്റെ മേക്കപ്പ് ലുക്ക്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ കണ്ടോളൂ, ഞാൻ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്തതെന്നുള്ളതും എങ്ങനെയൊക്കെ നമുക്ക് ഓർണമെൻറ്റ്സ് ഇട്ടിട്ടും ഇടാതെയും ഒക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഡിഫറെൻറ്റ് തല കെട്ടിയിട്ടും ഒക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പം വീഡിയോ മുഴുവൻ കാണും. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യൂ, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് വേഗം പോകാം കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ പോകണം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ക്ലിനിക്കിൻ്റെ 72 hour മോയ്സ്ചർ സർജ് എന്നുള്ള മോയ്സ്ചറൈസറാണ്. ഇത് ഓൾമോസ്റ്റ് ഫിനിഷായി. ഇനി എനിക്ക് അടുത്ത ബോട്ടിൽ വാങ്ങണം. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. സെറം യൂസ് ചെയ്യണമെങ്കിൽ ആദ്യം സെറം തേച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഗ്യാപ്പ് ഇട്ട ശേഷം മാത്രം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ ആദ്യം തന്നെ ഞാൻ മുഖത്ത് ടോണർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ എന്താ അങ്ങോട്ട് നോക്കണമെന്ന് വിചാരിക്കണ്ട, ഞാൻ ഇവിടെ കണ്ണാടി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതിലേക്ക് നോക്കണം. ഓക്കെ, അപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ലിപ്പ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിപ് ബാം യൂസ് ചെയ്യണം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഖാദിയുടെ ഗ്രേപ്പ് ലിപ് ബാമാണ്. അപ്പം അത് ഞാൻ നല്ലോണം ചുണ്ടിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകണം. അപ്പോൾ മേക്കപ്പൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും ചുണ്ട് നന്നായിട്ട് മോയ്സ്ചറൈസ് ആയിട്ട് ഇരിക്കുന്നോളും. ഇത് കളറൊന്നുമില്ല കേട്ടോ, ഈ ഡബയിൽ മാത്രമേ കളറുള്ളൂ. ചുണ്ടിലേക്ക് കളറൊന്നും വരുന്നില്ല. കണ്ടോ, ചുണ്ടിലേക്ക് ലിപ് ബാം തേച്ച് കഴിഞ്ഞു. ഇനി ഞാൻ ഫൗണ്ടേഷൻ ഇടാൻ പോവാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മേബിലൈൻ്റെ സൂപ്പർ സ്റ്റേ 24 hour ഫൗണ്ടേഷനാണ്. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വാം ന്യൂഡാണ്. 128 ആണ് എൻ്റെ ഷെയ്ഡ്. കറക്റ്റ് പെർഫെക്റ്റ് ഷെയ്ഡാണ് എനിക്ക് കേട്ടോ അത്. അപ്പം അത് ഞാൻ കുറച്ച് എടുത്തിട്ട് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം കൈ കൊണ്ട് കുറച്ച് ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എൻ്റെ കയ്യിലൊരു ബ്യൂട്ടി ബ്ലെൻഡർ ഉണ്ട്, ഒരു സ്പോഞ്ച് ഉണ്ട്. അപ്പോൾ അത് നന്നായി നനച്ച് വെച്ചിരിക്കുകയാണ്. ഇതുകൊണ്ട് ഞാൻ ഇപ്പോൾ മുഖത്ത് മുഴുവൻ ചുട്ടി കുത്തി പോലെ ഉണ്ടാവും. ഇപ്പോൾ അതെല്ലാം നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നനച്ചെടുക്കുക. അപ്പോൾ നനച്ചാലേ നമുക്ക് നന്നായിട്ട് കിട്ടുള്ളൂ. ഇങ്ങനെ ഒപ്പി 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 എടുക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ ഡ്രാഗ് ചെയ്യരുത്, എപ്പോഴും ഇങ്ങനെ മാത്രം ചെയ്യാം. ഇങ്ങനെ കുത്തി കുത്തി എടുക്കുക. ഓക്കെ, സ്പ്രിങ് മോഷനിൽ. കുറച്ച് സമയമാവും. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യട്ടെ. ബ്ലെൻഡ് ചെയ്ത ശേഷം കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ നന്നായിട്ട് ഇതാ ഫൗണ്ടേഷൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ, പാർട്ടി മേക്കപ്പ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ ഈ ഫൗണ്ടേഷൻ നല്ല പെർഫെക്റ്റ് ഫൗണ്ടേഷനാണ്, നന്നായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബിൽഡ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി ചെയ്യുന്നത് കുറച്ച് കൺസീലർ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന കൺസീലർ LA Girlന്റെ പ്രോ കൺസീലാണ്. ഓക്കെ, എൻ്റെ ഷെയ്ഡ് വന്നിട്ട് ന്യൂഡാണ് എൻ്റെ ഷെയ്ഡ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ കണ്ണിൻ്റെ താഴെയും ഇവിടെ കുറച്ച് കറുത്ത കളറുണ്ട്. അപ്പം അവിടെയും അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പാടാം. നിങ്ങൾക്ക് വേറെ വല്ല ഡോട്ട്സും മറയ്ക്കണം എന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും കവർ ചെയ്യുന്നില്ല. അപ്പം ഞാനിതാ കണ്ണിൻ്റെ താഴെയും ചുണ്ടിൻ്റെ സൈഡിലൊക്കെ തേച്ചിട്ടുണ്ട്. അപ്പം ഇനി ഞാനതാ വീണ്ടും അതേ ബ്യൂട്ടി സ്പോഞ്ച് കൊണ്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ പുലിക്കളിക്ക് പോണ പോലെ ഉണ്ടാവും. ഇപ്പോൾ ശരിയാക്കി തരാം കേട്ടോ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണ്. ഓക്കെ, ഇത് വെച്ചിട്ട് നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എക്സസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൽ തന്നെ എടുത്തോളും. ഓക്കെ, നന്നായിട്ട് ബ്ലെൻഡിങ് ആണ് മേക്കപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇല്ലെങ്കിൽ ശരിക്കും പുട്ടിയടിച്ച പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കൺസീലറും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഐ ഷാഡോ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാനൊരു ന്യൂഡ് ലുക്കിൽ ചെറിയൊരു ഗോൾഡൻ, ഈ ഒരു നമ്മുടെ മുണ്ടും വെസ്റ്റയുടെ ആ ഒരു കളർ, ഇവിടെ മുണ്ടും വെസ്റ്റയുടെ ചെറിയൊരു ഗോൾഡൻ ടിൻറ്റും കൂടെ കൊണ്ടുവരാൻ നോക്കുകയാണ്. ഓക്കെ, അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മേക്കപ്പ് റെവല്യൂഷൻ്റെ സോഫെക്സ് എന്നുള്ളൊരു പാലറ്റാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു ഈ ഒരു ഷെയ്ഡ് എടുക്കുകയാണ് കൺപോളിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ ഷെയ്ഡിൻ്റെ പേര് പാൻകേക്കാണ് കേട്ടോ.
ഇതേ പാലറ്റിൽ തന്നെ വേറൊരു കുറച്ചുകൂടെ ഡാർക്കർ ഷെയ്ഡുണ്ട്. ഇതാണ് ആ ഷെയ്ഡ്. ഇത് കണ്ണിൻ്റെ ഈ ഒരു കോർണറിലേക്ക് ഞാൻ ഇത് ഇടാൻ പോവാണ്. കുറച്ചുകൂടെ ഡാർക്കർ ഷെയ്ഡാണ്. അപ്പോൾ അത് ഞാൻ മേലേക്ക് നമ്മുടെ കണ്ണിൻ്റെയും പുരികത്തിൻ്റെ ഇടയിലുള്ള ഒരു വരയില്ലേ, അതിലേക്ക് ഇതും കൂടെ ഡ്രാഗ് ചെയ്തും കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടെ ഡെഫിനീഷൻ വരും. അപ്പം അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ഇവിടെ ഈ ഒരു ഇന്നർ കോർണറിലേക്ക് പിന്നെ നമ്മൾ നേരത്തെ എടുത്ത അതേ ഷെയ്ഡ് പാൻ കേക്ക് തന്നെ ആ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ്, ശരിക്കും ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ഇന്നർ കോർണറിലേക്ക് ഈ ഒരു 2 സൈഡും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, പിന്നെ നമ്മൾ എന്തൊക്കെ മേലെ അപ്ലൈ ചെയ്തു അതൊക്കെ ഞാൻ താഴേക്കും കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് താഴേക്ക് കൂടെ അതേ ഷെയ്ഡ് ഞാൻ താഴേക്കും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അതേമാതിരി നമ്മളത് കഴിഞ്ഞിട്ട് കുറച്ച് ഡാർക്കർ ഷെയ്ഡ് എടുത്തില്ലേ, ഈ ഒരു ഷെയ്ഡ് ഇവിടെ കണ്ടോ, ഈ ഒരു ഷെയ്ഡ് ഞാൻ ഇവിടെ മാത്രം ഔട്ടർ കോർണറിലേക്ക് മാത്രം ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഐ ഷാഡോ ആപ്ലിക്കേഷൻ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇതുവരെ പുരുകം ഷേപ്പ് ചെയ്തിട്ടില്ല. ബെനഫിറ്റിൻ്റെ ബ്രൗൺ ഐബ്രോ ഷേപ്പറാണ്. അപ്പം ഇതുകൊണ്ട് ഞാൻ ഷേപ്പ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എൻ്റെ ഷെയ്ഡ് കുറച്ച് ഡാർക്കർ ഷെയ്ഡാണ്, ബ്ലാക്ക് അല്ല, 6 ആണ് എൻ്റെ ഷെയ്ഡ്. ഓക്കെ, 6 ആണ് എൻ്റെ ഷെയ്ഡ്. അപ്പം അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ തന്നെ ബ്രഷ് ഉണ്ട് അടിയിൽ. അപ്പോൾ ആദ്യം ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക, അതിനുശേഷം ഫിൽ ചെയ്യുക. എപ്പോഴും പിരുകം വരയ്ക്കുന്ന സമയത്ത് മുക്കാൽ ഭാഗത്തുനിന്ന് തുടങ്ങുക. ബാക്കി വരുന്നത് ഇതുവരെ വരച്ച ശേഷം ബാക്കി വരുന്നത് മാത്രം ഞാൻ ഫ്രണ്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, കണ്ടോ, ഒരു പിരുകം ചെയ്തപ്പോൾ തന്നെ എന്താ വ്യത്യാസം നോക്കും. അതേപോലെ മറ്റേതും കൂടെ ചെയ്യാൻ പോകണം. ഓക്കെ, ഇപ്പോൾ 2 പുരുകം ഡിഫൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി നമുക്ക് അടുത്തത് ഐലൈനറാണ്. ഞാനിവിടെ നമ്മുടെ ലാക്മേയുടെ 9-5 ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് കണ്ണ് മേലെ എഴുതുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാലിട്ട് എഴുതാം, വാലില്ലാതെയും എഴുതാം. 2 കണ്ണും എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ കൂടെ എഴുതണം. നന്നായിട്ട് താഴെ എഴുതിയിട്ട് അത് മേലത്തേക്കുമായിട്ട് നന്നായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ താഴത്തെ വാട്ടർ ലൈനിലും എഴുതുന്നുണ്ട്, മേലത്തെ വാട്ടർ ലൈനിലും എഴുതുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കണ്ണ് നന്നായി എഴുതിയിട്ടുണ്ട്. കണ്ണ് കാണില്ലേ തോന്നുന്നു അല്ലേ. അപ്പം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് മസ്കാര ഇടാൻ പോവുകയാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫേസസ് കാനഡയുടെ മാഗ്നറ്റിക് ഐസ് എന്നുള്ള മസ്കാരയാണ്. അപ്പോൾ അത് ഞാൻ കൺപീലിയിലും 2 കൺപീലിയിലും ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പം ഞാൻ മസ്കാര ഇട്ട് കഴിഞ്ഞു. ആക്ച്വലി ഞാൻ മസ്കാര ഇട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്. ഞാൻ ഗോൾഡൻ ഐ ഷാഡോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗോൾഡൻ ഐ ഷാഡോ ഇതുവരെ ഇട്ടില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഐ ഷാഡോ പാലറ്റിലോട്ട് പോവുകയാണ്. അപ്പം ഞാൻ ഗോൾഡ് ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മേക്കപ്പ് റെവല്യൂഷൻ്റെ സോഫെക്സ് എന്നുള്ള പാലറ്റിൽ നിന്ന് തന്നെ ഗോൾഡ് എടുക്കാം. ഞാനിപ്പോൾ എടുക്കുന്നത് ഹ്യൂഡ ബ്യൂട്ടിയുടെ 24K എന്നുള്ളൊരു ഷെയ്ഡ് ഉണ്ട്. അതിൽ ഈ ഒരു ഷെയ്ഡ് നല്ല ഗോൾഡൻ ഷെയ്ഡാണ്. കണ്ടോ, ഈ ഒരു ഷെയ്ഡാണ് ഞാൻ കണ്ണിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നത്. കൈ കൊണ്ട് തന്നെ ജസ്റ്റ് എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല അടിപൊളി ഷെയ്ഡാണ്. അപ്പോൾ ഞാനൊരു ബ്യൂട്ടി ബ്ലെൻഡർ കൊണ്ട് നന്നായിട്ട് എല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിത് ആദ്യം ചെയ്യേണ്ടതാണ്, ഞാൻ വിട്ടുപോയി. ഇപ്പോൾ കണ്ടോ, നല്ല ഗോൾഡൻ ഐസ് ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ചെയ്യാനുള്ളത് കണ്ണിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാൾസ് ഐലാഷസ് വെക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് വെച്ചിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഫാൾസ് ഐലാഷസ് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കോമ്പാക്ട് പൗഡർ ഇടാൻ പോവുകയാണ്. ഇത് ഫിറ്റ്മി മേബിലിൻ്റെ ഫിറ്റ്മി റേഞ്ചിലുള്ള ഫൗണ്ടേഷൻ കോമ്പാക്റ്റാണ്. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് നാച്ചുറൽ ബേജാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എനിക്ക് കറക്റ്റ് ഷെയ്ഡാണ് ഇത്. അപ്പം ഇത് ഞാൻ കുറച്ച് കണ്ണിൻ്റെ താഴെ
നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്തിട്ട് പൗഡർ ഇതുവരെ പ്രസ് ചെയ്ത് കൊടുത്തില്ല. ഈ ഒരു കോമ്പാക്ട് പൗഡർ ഞാൻ കണ്ണിൻ്റെ താഴെയും ഈ 2 ഭാഗത്തും കൺസീലർ എവിടെയൊക്കെ അപ്ലൈ ചെയ്തു അവിടെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ബ്ലഷാണ്. ഞാനിവിടെ എടുക്കുന്നത് നൈക്കയുടെ ബ്ലഷാണ്. അപ്പം അതിൽ ഈ ഒരു ലൈറ്റ് പിങ്ക് കളർ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ കവിളിലേക്ക്. അപ്പോൾ അത് ഞാൻ ഒരു ബ്രഷ് കൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ബ്ലഷ് അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ചിരിച്ചിട്ട് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പം ഇനി ഞാൻ ചെറുതായിട്ടൊരു ഗോൾഡ് ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിർബന്ധമില്ല, വേണമെങ്കിലും മതി. സാധാരണ നമ്മൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ ഹൈലൈറ്ററുടെ ആവശ്യമൊന്നുമില്ല. പക്ഷെ ഞാൻ എന്തായാലും ഒരു ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല ഗോൾഡ് കളർ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞാനൊരു ബ്രഷുണ്ട്. ഈ ഒരു നൈക്കയുടെ തന്നെ ഹൈലൈറ്റർ പാലറ്റാണ് ഇത്. ബ്ലോണ്ട് ടേക്ക് ഗോൾഡും റോസ് ഗോൾഡുമാണ് ഇത് 2 കളറ് വരുന്നത്. അപ്പോൾ അതിൽ ഞാൻ ബ്ലോണ്ട് ടേക്ക് ഗോൾഡാണ് എടുക്കാൻ പോകുന്നത്. ഈ ഒരു ഷെയ്ഡ് ഞാൻ കവളിൻ്റെ ഈ നമ്മുടെ ഹയസ്റ്റ് പോയിൻറ്റ്സിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല ഷൈൻ കിട്ടും. അതേമാതിരി ഞാൻ അതേ തന്നെ ഇവിടേക്ക് പുരുകത്തിൻ്റെ തൊട്ട് താഴെയും ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പുരുകവും ഒന്ന് എടുത്ത പോലെ ഇരിക്കും. അപ്പം ഈ ലാസ്റ്റ് ഫൈനൽ സ്റ്റെപ്പ് ലിപ്സ്റ്റിക്ക് ഇടുകയാണ്. അപ്പം ഞാനിവിടെ എനിക്കെപ്പോഴും കസവിൻ്റെ ഒപ്പം എപ്പോഴും റെഡ് ലിപ്സ്റ്റിക്കൊക്കെയാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ ഇന്ന് ശരിക്കും റെഡ് ലിപ്സ്റ്റിക്കാണ് ചെയ്യാൻ പോകുന്നത്. കാരണം നമുക്ക് ഐ മേക്കപ്പ് മാത്രമേ ഹെവി ആയിട്ടുള്ളൂ. എഴുതിയതാണ് ഭയങ്കര കൂടുതലായി പോയത്. അപ്പം പിന്നെ ഒന്നാമത് ഇപ്പോൾ മാസ്കൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ഈ ഭാഗത്തൊന്നും കാണില്ല. അതുകൊണ്ടാണ് ഐ മേക്കപ്പ് ഇത്തിരി ഹെവി ആക്കി ഇട്ടത്. പക്ഷേ നമ്മൾ ഐ ഷാഡോ ഒക്കെ ഭയങ്കര ന്യൂട്രൽ ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാനിവിടെ നൈക്കയുടെ റെഡ് ലിപ്സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. ഇത് ഷെയ്ഡ് മിഷ്ടിയാണ്. ഷെയ്ഡ് മിഷ്ടി 10 ഷെയ്ഡ്. ഇത് മിനി സെക്ഷനിൽ വരുന്ന ലിപ്സ്റ്റിക്കാണ്, ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്, മാറ്റാണ്. ഓക്കെ, അതാണ് ഞാൻ ചുണ്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, റെഡല്ല, ആക്ച്വലി ഒരു ചെറിയൊരു പിങ്കിഷ് റെഡ് ഒരു കോമ്പിനേഷനാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക്. ഓക്കെ, അപ്പം ഞാൻ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു റെഡ് പൊട്ടിടാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പൊട്ടും കമ്മലും ഒക്കെ ഇട്ടിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഞാനെപ്പോഴും മാല പ്രിഫർ ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാല ഇട്ട് കൊടുക്കാം. ഞാനെപ്പോഴും കമ്മൽ മാത്രമേ ഇടാറുള്ളൂ. ഞാനെപ്പോഴും മാല ഇടാറില്ല. ഞാനൊന്ന് കാണിച്ചു തരാം കമ്മലും മാലയൊക്കെ ഇട്ടിട്ട്. പക്ഷേ ഞാനെപ്പോഴും മെയിൻലി ഞാൻ കമ്മൽ മാത്രമേ ഇടാറുള്ളൂ. ഞാൻ രണ്ടും കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ പൊട്ടൊക്കെ ഇട്ടിട്ട് മുടിയൊക്കെ ഒന്ന് ചീവി കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയാണ് ഒരു ലുക്ക് വരുന്നത്. ഇല്ലെങ്കിൽ മുടി അഴിച്ചിട്ടിട്ട് നമുക്ക് എടുത്ത് പിന്നുന്ന പോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് പൂ വെച്ച് കൊടുത്താൽ മതി. അപ്പം ഒരു ലുക്ക് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മാറ്റാം. ഓക്കെ, അപ്പോൾ മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇല്ലെങ്കിൽ അതേപോലെ മുടി അഴിച്ചിട്ടിട്ട് പിന്നിടാൻ പറ്റും. അപ്പം ഇതാണ് ഇഷ്ടമെങ്കിൽ ഇതുപോലെ ചെയ്യാം. ലിപ്സ്റ്റിക്ക് കളറ് മാറ്റാം. ന്യൂഡ് കളറ് മതിയെങ്കിൽ ന്യൂഡ് കളർ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം ഇത് എങ്ങനെ വേണമെങ്കിലും മിസ്മാച്ച് ചെയ്യാൻ പറ്റും. അപ്പം ഇനി ഞാൻ മാലയും കൂടെ വേറെ കമ്മലിട്ടിട്ട് മാലയും കൂടെ ഇട്ടിട്ട് ആ ഒരു ഫുൾ സെറ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് കമ്മലും മാല ഇട്ടിട്ടുള്ള ലുക്ക്. അപ്പം ഏതാണ് ഇഷ്ടം അതുപോലെ നിങ്ങൾക്ക് മിസ്മാച്ച് ചെയ്യാൻ പറ്റും. ഞാൻ വെറുതെ ഇത് കാണിച്ചു തന്നേ ഉള്ളൂ. എനിക്ക് ഇത് കമ്മലും മാലയും ഇടുന്നത് എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല. എനിക്ക് കമ്മൽ മാത്രം ഇടുന്നതാണ് എനിക്ക് എപ്പോഴും കംഫർട്ടബിൾ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രണ്ടും കൂടെ സെറ്റാക്കി ഇടണം. ഓക്കെ, എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. കുക്കിംഗ് വീഡിയോയിൽ സാധാരണ പറയുന്ന പോലെ പറഞ്ഞാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ലുക്ക്, ഈ ഒരു മേക്കപ്പ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണണം എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ, വീഡിയോ ലൈക്ക് ചെയ്യൂ, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യൂ. അപ്പോൾ നമുക്ക് പിന്നെ കാണാം കേട്ടോ. ബൈ.